മദീനയുടെ മണവാളന്റെ പൊന്നുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭക്ഷണത്തിന്റെ മാവ് കൊണ്ടുവരികയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, എത്രയോ ദിവസങ്ങളായി ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഉദരപൂരണം നടത്തുന്ന നമുക്ക് ഇന്ന് ഹദിയായി കിട്ടിയ ഈ മാവുണ്ടല്ലോ, അത് മനോഹരമായി പാചകം ചെയ്ത് തരണേ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം എന്തെന്നറിയോ, തന്റെ കൈ കൊണ്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നല്ലോ. അതുണ്ടാക്കി കൊടുക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ആ ചിറ്റക്കൂടയുടെ അകത്തളത്തില്ലാത്തത് കൊണ്ടാണ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്. ഉള്ളതിനോടുകൂടി തന്നെ അതിനൊന്നും നേരമില്ലാതെ മെനക്കെടാതെ സമയം കളയുന്ന പെണ്ണല്ല റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് അന്നത്തെ നാട്ടിൽ പത്തിരി എന്ന് നമുക്കിന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഭക്ഷണം ഉണ്ടാക്കുക. അതുണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? സന്തോഷത്തോടെ ഈ ഭക്ഷണം നിനക്ക് വിളമ്പി തന്നുകൂടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയേ, ഈ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് എന്റെ ഹബീബിന്റെ മുമ്പിലൊന്ന് കൊണ്ടുപോട്ടെ. ജീവിതത്തിലാദ്യമായി ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ മനോഹരമായ ഈ ഭക്ഷണം ഞാൻ എന്റെ റസൂലിന് കൊടുക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ നിറദീപത്തിന്റെ മുന്നിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു ചെല്ലുമ്പോ വഖാമ ഇലൈഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ഒന്ന് സ്വീകരിക്കുകയാ. എന്നിട്ട് ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, നിന്റെ കയ്യിലെന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ഫാത്തിമയുടെ കൈകൊണ്ടുണ്ടാക്കിയ പത്തിരിയാണ് നബിയേ. അങ്ങേക്ക് തരാതെ കഴിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല, അങ്ങേക്ക് തരാതെ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലാഹുവിന്റെ നബിയേ, അവിടുന്ന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പത്തിരി പുന്നാര നബി തങ്ങളുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, ഒരാഹാര സാധനം ഞാൻ ഇന്ന് കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി. ഫാത്തിമ, ഒരാഹാര സാധനം ഞാൻ കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി. ഫാത്തിമ, റസൂലുള്ളാഹിയുടെ വാരിപ്പുറന്ന് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷത്തെ കുറിച്ച് മോശമായി പറയുന്നു എന്ന് എന്റെ ചെറുപ്പക്കാർക്കൊരു അഭിപ്രായമുണ്ടല്ലോ. അഭിപ്രായം നിങ്ങൾ മാറ്റണം എന്നെനിക്ക് അഭിപ്രായമില്ല. എന്നെ ഒരു സംഘടനയിലും നിങ്ങൾ വാഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സംഘടനയുടെ പരിപാടിക്കും നിങ്ങൾ കൃത്യമായി വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹു എനിക്ക് ആഫിയത്ത് തന്ന, അല്ലാഹു എനിക്ക് ആരോഗ്യം തന്ന, എന്റെ റൂഹ് പിരിയുന്നത് ലോകത്തിന്റെ നാലുകളെ കുറിച്ച് ആവേശത്തോട് ആരുടെ മുന്നിലും പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എടുക്കമാ. നിബിദിനത്തിന്റെ അന്ന് മാത്രം ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ളത് ആരാന്ന് ചോദിച്ച മുസ്ലിം സമുദായത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് ഫലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കളല്ല, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ. പച്ചില കഴിച്ചിട്ട് സഹാബത്ത് ആട് കാട്ടിക്കുന്ന പോലെ കാട്ടിച്ച ചരിത്രമുണ്ടല്ലോ. അത് പ്രഭാഷണത്തിന്റെ മുൻപിന് വേണ്ടി പ്രാസംഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, വഴിയോ പോകുന്നവരിൽ നിന്നൊക്കെ പണം പിരിച്ചിട്ട് എന്തിനാ നിബിദിന ചോറ് വെക്കുന്നത്? നിന്റെ കയ്യിലുണ്ടെങ്കിൽ വെച്ചു കൊടുത്താ പോരെ, നിന്നെ കൊണ്ട് കഴിയോക്കി വെച്ചു കൊടുത്താ പോരെ. വഴിയേ പോകുന്ന അണ്ണന്റെയും ചേച്ചിയുടെയും മുമ്പ് കൈനീട്ടിയിട്ട്
സ്വീകരണി കൊടുത്തിട്ട് ചോറ് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മേത്തന്മാർ ഇരുതിന്റെയാണ് പണിയെന്ന് പറഞ്ഞ് മറ്റ് സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ പരിവദിക്കുമ്പോ മദീനയുടെ മണവാളന്റെ മനസ്സ് വേദനിക്കൂലേ? നിന്റെ പണമെടുക്കണോ, നമ്മുടെ പണമെടുക്കണോ? നമ്മൾ നഷ്ടപ്പെട്ട പൊളിക്കുണ്ടാക്കിയ പണമുണ്ടല്ലോ, ആ പണമെടുത്തിട്ട് എത്ര ചെറുത് ബിരിയാണി വേണമെങ്കിലും വെച്ചു കൊടുത്തോ. എന്നിട്ട് ആ ഒരു ദിവസം അങ്ങ് കഴിയുമ്പോ ഘോഷയാത്രക്കിടയിൽ പോലും കല്ല് കുടിച്ചുകൊണ്ട് ബോധമില്ലാതെ മറന്നു വീണവർ കേരളത്തിന്റെ അപമാനമാണ് മുസ്ലിങ്ങളാ പ്രിയപ്പെട്ടവര്. അള്ളാന്റെ റസൂലിന് അങ്ങനെയുള്ളവരെ വ്യക്തിയായിട്ട് ഞാനും നിങ്ങള് എന്ത് മുതലാ മനസ്സിലാക്കി തുടങ്ങിയത്? വേണ്ട വേണ്ട, അള്ളാന്റെ ഹബീബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവര് വിധങ്ങളുടെ റബീലിന്റെ ഒരു 12 ഉണ്ടല്ലോ. ഒന്നാവുന്ന റബീലിന്റെ ഒരു 1 മുതൽ കണ്ണീരാ. എന്നിട്ട് ഈമാനുള്ളവരുടെ ആഘോഷം കാണുമ്പോഴറിയാ, ഇഷ്ടത്തുള്ളവരുടെ ആഘോഷം കാണുമ്പോഴറിയാ. അവർ 10ഉം 20ഉം വയസ്സായ പെൺകുട്ടികളെ അണിയിച്ചൊടിക്ക റോഡുകൾ നടത്തില്ല. അവർ 20ഉം 25ഉം വയസ്സായ ചെറുപ്പക്കാര് സിനിമാറ്റിക് ഡാൻസ് പോലും തോക്കുന്ന രീതിയിലുള്ള ഡെഫ്മുട്ട് നടത്തൂല്ല. ബ്രേക്ക് ഡാൻസ് നിബിദിനത്തിന്, എന്റെ പ്രിയപ്പെട്ടവരെ, നിബിദിനത്തിന് ഒരു പാട്ടിടാ. ഒരു പോതന്നാൽ നീ എന്റെ കൂടെ പോരുമോ? നബിയോട് ചോദിക്കാണ്, ഒരു പൂതന്നാ കൂടെ ഒരു നബിദിനത്തിന് നമ്മുടെയൊക്കെ പള്ളികളുടെ നടകളിൽ, റോഡുകളിൽ, വീടിന്റെ ജംഗ്ഷനുകളിൽ പ്രിയപ്പെട്ട സഹോദരിമാര് നാണം മറച്ചും മറയ്ക്കാതെയും വന്നു നിന്നതൊക്കെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെയാണോ പ്രീതിപ്പെടുത്താറുള്ളത്? നബിദിനം നിങ്ങൾ ആഘോഷിച്ചു, ഒരിക്കൽ ആഘോഷിക്കേണ്ട ഞാൻ പറയില്ല. പക്ഷെ അതിന് ചില നിയമ സംഹിതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേ പറ്റൂ. അല്ലാതെ അങ്ങ് അലങ്കോലമായിട്ട് ആർക്കും അഴിഞ്ഞാടാനുള്ള ഒരു ദിവസമായിട്ട് നമ്മളങ്ങ് തുറന്നു കൊടുക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കും. ഓരോ മഹലിലും അതിന്റെ അടുക്കും ചിട്ടയും ആവശ്യമാണ്. ഓരോ മഹലിലും വേണം, എല്ലാ മഹലിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി മയത്തോടു കൂടി വേണമായ പരിപാടി നടത്താൻ. ചില സ്ഥലത്ത് പള്ളികളിൽ പൈസ ഒരുപാട് ഉണ്ടാക്കുന്നത് പോലും നബിദിന ഘോഷയാത്രയിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയും, വിടാ അടുത്തത് പള്ളിക്ക് ഒരുപാട് കാശുന്നാളിന് വിടാ. ആ ജംഗ്ഷനിലെത്തുമ്പോൾ തന്നെ മറ്റേ പാട്ട് ഏത് പാട്ടാ മറ്റേ പാട്ട്, നിങ്ങള് കുപ്പിയാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാതെ, നിങ്ങള് പൊട്ടാണെങ്കിൽ നമ്മൾ പൊട്ടും കുറ്റാനേ, ഞാൻ 10 വിട്ടാനേ, നിങ്ങൾ പോയി വയ്യപ്പാകാരേ, വേണ്ട മോനെ കളി വേണ്ട, അത് തന്നെ ഞാനും പറയണേ. വല്ലാണ്ടായ ഇല്ലാണ്ടാവും. ഈ കളി അപകടമാണ്. മാപ്പിളപ്പാട്ടിനും അല്ലെങ്കിൽ ദഫ്മുട്ടിനും ഒക്കെ ഇതേ ഉള്ളൂ. നമുക്ക് എത്ര റഹ്മാൻ വരെ തോറ്റുപോകുന്ന സംഗീതം ഇട്ടിട്ടല്ലേ നിബിധങ്ങളെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, എൻ്റെ ശബ്ദം ശ്രവിക്കും. പ്രവാചകനെ കുറിച്ച് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഉസ്താദ് ബാക്കവി സുന്നത്ത് ജമാഅത്തുകാരനല്ല. ആ ആൾക്കാരങ്ങനെ പറഞ്ഞോട്ടെ, അതിലെനിക്ക് ഒരു സങ്കടവുമില്ല. ചില ആൾക്കാർ പറയും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് എന്താ നമ്മളൊക്കെ കരുതിയിരിക്കുന്നത്? എൻ്റെ മുന്നിൽ പല സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മളെന്താ കരുതിയത്? നമ്മളെന്താ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കരുതിയത്? ഒരു നിബിധനത്തിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്നതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. മദീനയിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരണം, അപ്പോഴാണ് സുന്നത്ത് ജമാഅത്ത് കിട്ടുക. അവിടെ ഒന്ന് പോയിട്ട് വരണം. നമ്മുടെ നാടും നഗരവും ഒന്നും കണ്ടതുപോലെയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അള്ളാന്റെ ഹബീബിനെ യഥാർത്ഥ സ്നേഹം മനസ്സിൽ നിന്ന് വരുന്ന ഒരു നബിദിനാഘോഷം ഓരോ പള്ളികളിലും ഓരോ ഉസ്താദുമാരും ഓരോ പള്ളി പരിപാലകരും നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്നലെ വരെ പള്ളി കയറാത്തവരും അടിയുണ്ടാക്കാനും ബഹളം വയ്ക്കാനുള്ള ഒരു ദിവസമായിട്ട് അതിനെ നമ്മൾ അങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കരുത്. അള്ളാന്റെ ഹബീബിനെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഞാനും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, കള്ളുകുടിയൻ നബിദിനത്തിന്റെ അന്ന് നബിയെ ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് വിടൂലേ ഉസ്താദേ എന്നാണ് സംശയം. എന്നാലും ഇതൊന്നും നന്നാവണമെന്നല്ല, നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്നല്ല. എല്ലാ കുടിയന്മാരും വരട്ടെ എന്ന് അവർ പറഞ്ഞു. അത് മാറ്റിയിട്ട് വരാനല്ല പറയാം. ഞാൻ പറയുന്നത് അതേ ഉള്ളൂ പ്രിയപ്പെട്ട. എന്തിനാ എല്ലാം ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുന്നത്? അത്രയ്ക്ക് തല വെളിവില്ലാതായി പോയ നമ്മുടെ എന്തും മസ്താ നമ്മുടെ തലയിൽ പിശാച് പോലും വെച്ച് തന്നത് ചിന്തിച്ചുകൂടെ നമുക്ക്? അടിസ്ഥാനപരമായ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രംഗത്തിറങ്ങണം. പക്ഷേ അള്ളാന്റെ ഹബീബിനെ നോവിപ്പിക്കരുത്. അള്ളാന്റെ ഹബീബിന്റെ മനസ്സുകൊണ്ടാൽ പിന്നെ
പിന്നെ ആരെ പ്രീതിപ്പെടുത്താനാ ദീനിൽ പ്രവർത്തിക്കുന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിച്ചപ്പോ ആകാശം പൊട്ടിക്കരഞ്ഞ് മലക്കിറങ്ങിയില്ലേ? കുറേ ദിവസം വഹിയിറങ്ങാതിരുന്നതുകൊണ്ട് അന്ന് മനസ്സ് വേദനിക്കണ്ട നബിയേ. അന്നേ അല്ലാഹുവിന്റെ റസൂലേ, അന്നേ അല്ലാഹു വിടുന്നിട്ടില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സമാധാനിപ്പിച്ചെങ്കില് ആ റസൂലുള്ളാഹിയെ വേദനിപ്പിക്കല്ലേ, ആ റസൂലുള്ളാഹിയെ സങ്കടപ്പെടുത്തല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പൊന്നാര നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ. അതുകൊണ്ട് സഹോദരങ്ങള്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് മര്യാദ പറയണം. ഇന്ന് ഭക്ഷണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഏത് ഭക്ഷണമാ? കുത്തി തിന്നുന്ന ഭക്ഷണം. എല്ലാവരുടെ കയ്യിലും ആയുധവുമായിട്ടാണ് മമ്മി നിറങ്ങിയത്. മമ്മി റെഡിയായോ? മോളൂട്ടം വരും. പണ്ട് പഴങ്കഞ്ഞി ഉരുട്ടി അടിച്ച വാപ്പാറ ചെറുമക്കളുടെ കാര്യമായി പറഞ്ഞു. ആ ഒരു അവസ്ഥയാ. അങ്ങനെയൊന്നും കഴിക്കണ്ടെന്നല്ല ഞാൻ. ആഹാരത്തിനോട് ചില മര്യാദയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്താ? ബുഫേ. പാവപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കല്യാണത്തിന് പോയി വരും. ഭർത്താവ് ചോദിക്കും, എന്തായാലും അവിടെ ഭക്ഷണം? അവിടെ ഭക്ഷണം ബുഫേ. നിന്നുകൊണ്ട് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം. അതാണ് ബുഫേ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വരണം. മര്യാദയ്ക്ക് പിന്നെ ഈ രീതിയോട് മര്യാദയോടുകൂടി അടിമ ഒരു യജമാനന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്ന് അല്ലാഹു റസൂൽ